ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ അതുല്യ നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനം. ഭർത്താവ് സതീഷിൽ നിന്ന് അതുല്യ അനുഭവിച്ച നരകയാതനയുടെ കൂടുതൽ തെളിവുകൾ ഇന്ന് പുറത്തുവന്നു. അതുല്യ തന്നെ പകർത്തിയ ദൃശ്യങ്ങളും ക്രൂരപീഡനം വിവരിക്കുന്ന ശബ്ദ സന്ദേശവും റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ടു. 19-ാം വയസ്സിലെ വിവാഹം, 11 വർഷം നീണ്ട ദാമ്പത്യം. ചവറ സ്വദേശി അതുല്യ നേരിട്ട ക്രൂരപീഡനങ്ങളുടെ നേർക്കാഴ്ചയാണിത്. ഇനിയും ജീവിതം തുടരാനാകില്ലെന്ന ഘട്ടത്തിൽ അതുല്യ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ. സതീഷിന്റെ ക്രൂരത കണ്ട് തരിച്ചിരുന്നവരുടെ വേദന ഇരട്ടിപ്പിച്ച് അതുല്യയുടെ ശബ്ദ സന്ദേശവും ഇന്ന് പുറത്തുവന്നു. മരണത്തിന് തലേ ദിവസവും ക്രൂരപീഡനത്തിന് ഇരയായെന്ന വെളിപ്പെടുത്തൽ. അമ്മ ഞാൻ പുതപ്പുകൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാട് വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനം. എങ്കിലും കുഞ്ഞിനെ കരുതി ഭർത്താവിനൊപ്പം ജീവിക്കേണ്ട സാഹചര്യമെന്ന് അതുല്യ പറഞ്ഞിരുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലെന്ന് പറഞ്ഞ അതുല്യ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.